നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കൊടുങ്ങല്ലൂരിൽ സീറ്റില്ലാതിരുന്ന ബി ഗോപാലകൃഷ്ണന് ഗുരുവായൂർ സീറ്റ്. സിപിഐ വിട്ട CC മുകുന്ദൻ നാട്ടികയിൽ. കൊടുങ്ങല്ലൂരിൽ UDF-നെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാൻ LDF തീരുമാനം. സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുന്നു. രമേശ് പിഷാരടി പാലക്കാട് നിയോജിച്ച വ്യക്തിയാണെന്നും പ്രതിസന്ധി കാലത്ത് പാർട്ടിക്കൊപ്പം നിലകൊണ്ട കലാകാരനുമാണെന്നും ഷാഫി പറമ്പിൽ. അധികാരമില്ലാത്ത കാലത്തും പാർട്ടിക്കൊപ്പം നിന്ന കലാകാരൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. 39 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. കൊടുങ്ങല്ലൂരിൽ സീറ്റില്ലാതിരുന്ന ബി ഗോപാലകൃഷ്ണന് ഗുരുവായൂർ സീറ്റ് ലഭിച്ചു. CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിലെ പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. തർക്കങ്ങൾക്കൊടുവിൽ പുതുക്കാട് A നാഗേഷ് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോൾ 39 പേരുടെ പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ സീറ്റിനായി കാത്തിരുന്ന ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരും CC മുകുന്ദൻ നാട്ടികയിലും ജനവിധി തേടും. പുതുക്കാട് മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ ചലച്ചിത്ര താരം ദേവനെയാണ് പരിഗണിച്ചിരുന്നത്. ദേവനെ വിജയിപ്പിക്കുന്നതിനായുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാലിയേക്കര സ്വദേശിയും BJP സംസ്ഥാന നേതാവുമായ A നാഗേഷിന്റെ പേരാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാഗേഷ് മുൻപ് പലതവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. TS ഉല്ലാസ് ബാബു വടക്കാഞ്ചേരി, ബിജോയ് തോമസ് ഒല്ലൂർ, വത്സല പ്രസന്നകുമാർ പറവൂർ, PR ശിവശങ്കർ എറണാകുളം തുടങ്ങിയവരാണ് മറ്റു പ്രധാന സ്ഥാനാർത്ഥികൾ. ആദ്യ പട്ടികയിൽ ഇല്ലാതിരുന്ന കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂരിൽ UDF-നെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാനാണ് LDF തീരുമാനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ OJ ജനീഷിനെതിരെ വയനാട് ഫണ്ട് വിവാദം ഉയർത്തി കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുപ്പിൽ സജീവമാക്കാൻ DYFI അടക്കം മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ മറവിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? മരണത്തെ വിറ്റുതിന്ന യൂത്ത് കോൺഗ്രസിന് മാപ്പില്ല എന്ന മുദ്രാവാക്യമുയർത്തി DYFI കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മാള ടൗണിൽ വിചാരണ സദസ്സ് നടത്തി. ഉന്നം വ്യക്തം. UDF സ്ഥാനാർത്ഥി OJ ജനീഷ്. യൂത്ത് കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ LDF തീരുമാനം. പരമാവധി ആ വിഷയത്തിൽ LDF വിജയം കാണുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസിനെതിരായ പോസ്റ്ററിന് മുകളിൽ OJ ജനീഷിന്റെ പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെയും മാളയിൽ DYFI പ്രതിഷേധമുണ്ടായി. കൊടുങ്ങല്ലൂരിൽ വയനാട് ഫണ്ട് പിരിവ് ചർച്ചയാക്കി DYFI പോസ്റ്റർ പ്രചരണവും ഉപവാസ സമരങ്ങളും നടത്തുന്നതിനിടെയാണ് പോസ്റ്റർ നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണവും പുറത്തുവരുന്നത്. പോസ്റ്റർ പതിച്ചത് വീഡിയോ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. അതിനിടെ DYFIക്ക് മറുപടിയുമായി സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് പിരിവ് നടത്താനോ രസീത് കുറ്റിയോ ബക്കറ്റുമായോ അല്ല. ബിരിയാണി ചലഞ്ച്, ബൾബ് ചലഞ്ച് തുടങ്ങിയ വൈവിധ്യമാർന്ന ജനകീയ ചലഞ്ചുകളിലൂടെ ഞങ്ങൾ സ്വരൂപിച്ചത് 1,05 ലക്ഷം രൂപയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഈ തുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് KPCC പ്രസിഡന്റിന് കൈമാറുന്നത് നാട് കണ്ടതാണ്. മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതുമാണെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുപ്പ് മുന്നോട്ടു പോവുകയാണ്. മീഡിയ ടൈം മാള. രമേശ് പിഷാരടി പാലക്കാട് നിയോജിച്ച വ്യക്തിയാണെന്നും പ്രതിസന്ധി കാലത്തും പാർട്ടിക്കൊപ്പം നിലകൊണ്ട കലാകാരനുമാണെന്നും ഷാഫി പറമ്പിൽ. അധികാരമില്ലാത്ത കാലത്തും പാർട്ടിക്കൊപ്പം നിന്ന കലാകാരനാണ് പിഷാരടിയെന്നും ഷാഫി പറഞ്ഞു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല പിന്തുണയും പിൻബലവും ഉള്ള സ്ഥലമാണ്. പിഷാരടി ഇപ്പം ഞാൻ ഓർക്കുക, കേരളത്തിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കടന്നു വന്നു. പക്ഷെ ഒരു അധികാരമില്ലാത്ത സമയത്ത് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നൊരു കലാകാരനെ അനേകം കലാകാരന്മാർ അപ്പുറത്ത് നിൽക്കുകയും മത്സരിക്കുകയും അതിൻ്റെ പേരിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും അല്ല. പാർട്ടി പ്രതിപക്ഷത്താണെങ്കിലും അധികാരത്തിലില്ലെങ്കിലും പാർട്ടിയോടൊപ്പം ഞാനുണ്ടെന്ന് പറയുന്ന ഒരാളെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിനെ പോസിറ്റീവായി പാർട്ടി പ്രവർത്തകർ കാണും. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂരിൽ റോഡ് ഷോ നടത്തി. NDA നേതാക്കളായ PK രവീന്ദ്രൻ, KP ഉണ്ണികൃഷ്ണൻ, KR വിദ്യാസാഗർ, ജിതേഷ് ER,
ദിനിൽ മാധവ്, സിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. എടത്തുരുത്തി ചൂലൂർ സെന്ററിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. തുടർന്ന് എടത്തുരുത്തി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകളും സന്ദർശിച്ചു. നേതാക്കളായ VK ജ്യോതിപ്രകാശ്, AV സതീഷ്, PK ഷാജു, ശ്രീദേവി ദിനേശ്, നൌമി പ്രസാദ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടകരയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ എബി ജോർജ്, ഡൽജിത്ത് ഞർലേലി, ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, വിനയൻ തോട്ടാപ്പിള്ളി, MK ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF കൊടകര നോർത്ത് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പേരാമ്പ്രയിൽ നടത്തിയ കൺവെൻഷൻ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം KO വർഗീസ് ഉദ്ഘാടനം ചെയ്തു. AC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, നേതാക്കളായ PR പ്രസാദൻ, PS വിജയൻ, MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായി 101 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. LDF ചാലക്കുടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ MLA BD ദേവസി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, CV ജോഫി, ബേബി കാവുങ്ങൽ, TP ജോണി, VI പോൾ, MV ഗംഗാധരൻ, KP തോമസ്, ജിൽ ആന്റണി, സാബു സുൽത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ കാക്കുളിശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വെള്ളാഞ്ചിറ ദേവാലയ വികാരി ഫാദർ ആന്റോ പാണാടൻ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രീജോ പാർക്കൽ തിരുനാൾ സന്ദേശം നൽകി. കൊമ്പത്തുകടവ് മുട്ടിക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷവും ശതോത്തര രജത ജൂബിലി ആഘോഷവും ഇടവക പ്രഖ്യാപനവും നടന്നു. ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുൻപ് നമ്മുടെ ഈ ദേവാലയത്തിന് ചാർജായിരുന്നു. അതോടൊപ്പം തന്നെ സ്മൃതിയിലെ പണിയാക്കൊക്കെ നേതൃത്വം കൊടുത്ത ഫ്രാൻസിസ്കാരനച്ച അവരുടെ സേവനം ചെയ്ത് ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാപ്പുച്ചിൻ സഭയിൽ അംഗമായിരിക്കുന്ന ആൻസനച്ച, സ്നേഹ ബഹുമാനപ്പെട്ട ബിയോണച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രസിഡന്റുമാരായി ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കന്മാരെ, ഇന്ന് ഈ ദിവബലിയിൽ പങ്കെടുത്തിരുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യം മക്കളെ. തുടർന്ന് കാഴ്ച സമർപ്പണത്തിന് ശേഷം ബിഷപ്പ് ഇടവക പ്രഖ്യാപനം നടത്തി. വൈകിട്ട് പൊതുസമ്മേളനം നടക്കും. കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് മുഖ്യ കാർമ്മികനായി. തുടർന്ന് പ്രദക്ഷിണം, ഊട്ട് നിറച്ച വെഞ്ചിരിപ്പ് വിതരണം എന്നിവ നടന്നു. PR ബാബു, സ്റ്റീഫൻ മാളിയക്കൽ, റാക്സൻ മാട്ടുംപുറത്ത്, ടൈസൺ പുളിക്കത്തറ, ജോർജ് കുത്തുകാട്ട്, ജനറൽ കൺവീനർ ജോഷി പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിൽ ഇഫ്താർ സൗഹൃദ സംഗമം നടന്നു. ജാതിമതഭേദമന്യേ 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്ന മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച സംഗമം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. മഹൽ ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഇഫ്താർ സന്ദേശം നൽകി. മഹൽ ഇമാം അബ്ദുൾ അസീസ് നിസാമി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ഫാദർ സന്തോഷ് ആന്റണി, തൃശൂർ കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി, തന്ത്രി ബാബുശാന്തി കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരുന്ന 3 ദിവസത്തെ അന്നദാന മഹായജ്ഞത്തിന് തുടക്കമായി. മീനഭരണിക്ക് എത്തിച്ചേരുന്ന ഭക്തർക്കായി അന്നദാന യജ്ഞസമിതി 19, 20, 21 ദിവസങ്ങളിലായി നടത്തുന്ന അന്നദാന മഹായജ്ഞത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോവിലകം വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ ദീപപ്രജ്വലനം നടത്തി. യജ്ഞസമിതി ചെയർമാൻ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കൊടുങ്ങല്ലൂരിൽ സീറ്റില്ലാതിരുന്ന ബി ഗോപാലകൃഷ്ണന് ഗുരുവായൂർ സീറ്റ്. CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിൽ. കൊടുങ്ങല്ലൂരിൽ UDF-നെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാൻ LDF തീരുമാനം. സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുന്നു. രമേശ് പിഷാരടി പാലക്കാടിന് യോജിച്ച വ്യക്തിയാണെന്നും പ്രതിസന്ധി കാലത്ത് പാർട്ടിക്കൊപ്പം നിലകൊണ്ട കലാകാരനുമാണെന്നും ഷാഫി പറമ്പിൽ. അധികാരമില്ലാത്ത കാലത്തും പാർട്ടിക്കൊപ്പം നിന്ന കലാകാരൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.